NDF ഞങ്ങളെ കൊല്ലുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ കൊല്ലുന്നതിന്റെ കണക്കൊക്കെ ആദർശത്തിന്റെ ഗണ്ണികയിൽ എങ്ങനെയാ വരിക? TP ചന്ദ്രശേഖരനെ കൊന്നത് അയാൾ RSS ആയതുകൊണ്ടാ? നിങ്ങൾ ഷുക്കൂറിനെ കൊന്നത് അയാൾ NDF ആയതുകൊണ്ടാ? അല്ലല്ലോ. നിങ്ങൾ കൊല്ലുകയും വെട്ടുകയും ചെയ്യുന്നതിനെ ആദർശത്തിന്റെ പരിവേഷം വെച്ച് ന്യായീകരിക്കരുത്. പിന്നെ ജലീലിന്റെ തമാശ എന്താണ്? ബംഗാളിൽ മുസ്ലിങ്ങൾ സേഫാണ്, വളരെ സേഫാണത്രേ. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഇത്രയേറെ അവമതിക്കപ്പെട്ട, കേരളത്തിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ മാത്രം പാർക്കുന്ന ബംഗാളിനകത്ത് സച്ചർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ മുഷീറുൽ ഹസൻ മില്ലി ഗസറ്റിൽ എഴുതിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ട് കിടക്കുന്നത് ബംഗാളിലാണ്. പാർട്ടി ഓഫീസുകൾ വഖഫ് സ്വത്തിന്റെ ഭൂമിയിലുണ്ട് എന്ന് എഴുതിയത് മുഷീറുൽ ഹസൻ എന്ന് പറയുന്ന ഇടതുപക്ഷക്കാരനാണ്. ഇതാ N ഷംസുദ്ദീൻ ഇവിടെ ഉണ്ട്. N ഷംസുദ്ദീൻ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി ആയിരിക്കുമ്പോ ഞങ്ങൾ ബംഗാളിൽ പോയി നന്ദിഗ്രാമിന്റെ ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. 1600 കുടുംബങ്ങൾ പാർക്കുന്ന അവിടുത്തെ കൊജൂറി വില്ലേജ് ഞങ്ങൾ കണ്ടു, മുഴുവൻ മുസ്ലിങ്ങൾ പാർക്കുന്ന. ഇത്ര പുഴുക്കളെ പോലെ മനുഷ്യന്മാർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രൂരമായ വിനോദങ്ങൾ കാണണമെങ്കിൽ ബംഗാൾ വരെ പോകണം. അതുകൊണ്ട് വലിയ ന്യായവാദങ്ങൾ ഉന്നയിക്കരുത്. ഇപ്പോഴും നോക്കൂ, ഈ അരിവക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇടതുപക്ഷത്തെ ശാക്തീകരിച്ചുകൊണ്ട് ഇവിടെ BJP വരുന്നു എന്ന് കണ്ടപ്പോ സ്വഭാവം മാറി. ഇന്ന് ബഹുമാന്യനായ തോമസ് ഐസക് ഇവിടെ പറഞ്ഞു. എന്താണ് ഇന്ന് എന്തുമാത്രം വർഗീയപരമായ പരാമർശമാണ്? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ചില തമാശകൾ പറയാറുണ്ട്. എന്താണ് പുരകത്തുമ്പോൾ വാഴ വെട്ടരുത് എന്നൊക്കെ. ഏത് ആരാന്റെ പുരകത്തുമ്പോ നമ്മൾ പോയി വാഴ വെട്ടരുത്. ഇത് സ്വന്തം പുര തന്നെ കത്തിക്കൊണ്ടിരിക്കുമ്പോ വാഴ വെട്ടുന്ന ഒരാളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. CPM വർഗീയത കൊണ്ട് ഒയന്ന് കിടക്കേണ്, തകരാൻ നിൽക്കേണ്. പാർട്ടി തകരുമ്പോ അതിനിടയിലും പോയി വാഴ വെട്ടുന്നവരെ ഈ CPM-നകത്തല്ലാതെ വേറെ ഒരു സ്ഥലത്ത് കാണാൻ കഴിയില്ല. ഞാൻ പറയണത്, ഞങ്ങൾ എടുത്തിട്ടുള്ള ഏത് നിലപാടുകളും അത് കൃത്യമാണ്, അത് വളരെ ശക്തമാണ്. ആ നിലപാടുകൾ വർഗീയതക്കെതിരെ, മതമൗലികതാവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഒരു തരത്തിലും പിന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരിക്കൽ കൂടെ ഒരു കാര്യം കൂടെ പറയുകയാണ്. ആ സംവാദത്തെക്കുറിച്ച് അബ്ദുള്ള സാഹിബ് മാധ്യമത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയത് നിങ്ങളൊന്ന് വായിക്കണം. ഇങ്ങനെയാണ്: ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ KM ഷാജിയും KT ജലീലും എന്റെ ശിഷ്യന്മാരായിരുന്നു. ഞാനായിരുന്നു അവരെ പഠിപ്പിച്ചത്. ഷാജി ഇടക്ക് പഠിപ്പ് നിർത്തി, അദ്ദേഹം പിരിഞ്ഞുപോയി. അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഷാജി ജമാഅത്തിന്റെ ഏറ്റവും നല്ല വിമർശകനായി. എന്നാൽ KT ജലീൽ ഇസ്ലാമിക പഠനം കൃത്യമായി ഭംഗിയായി പൂർത്തീകരിച്ചു. നിരീശ്വര പ്രസ്ഥാനമായ CPM-നോട് പക്ഷേ ചേർന്ന് നിൽക്കുമ്പോഴും പ്രാസ്ഥാനിക ബന്ധം വിടാതിരിക്കാൻ ജലീലിനെ സഹായിക്കുന്നത് അദ്ദേഹം പഠിച്ച ഇസ്ലാമിക ബോധമായിരിക്കാം. സർ, പഠിപ്പിച്ച ഗുരുനാഥൻ ഞാൻ നിന്ദിക്കുന്നില്ല. പക്ഷെ ഗുരുനാഥനോട് വർഗീയവാദത്തിന്റെ കൂടെ ചേർന്നത് കൊണ്ട് KM ഷാജിക്ക് ഒരു സർട്ടിഫിക്കറ്റും വേണ്ട, അത് മുഴുവൻ എടുത്ത് സൂക്ഷിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു.